പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്കെതിരായ ഇ.ഡി. നീക്കത്തിന് പിന്നാലെ വി.എസ്. അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രസ്ഥാനം പടുത്തുയർത്തപ്പെട്ടത് ഏതെങ്കിലും വ്യക്തിയുടെ താല്പര്യങ്ങളിൽ അല്ലെന്നോർക്കണം. തലമുറകളായി ചോരയും വിയർപ്പും നൽകിയ പാവപ്പെട്ടവരുടെ മനുഷ്യരുടെ വിശ്വാസത്തിലാണ് CPM കെട്ടിപ്പടുത്തിയത്. പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് പോറലേൽക്കാതിരിക്കാനുള്ള ജാഗ്രതാ നേതൃത്വം എടുക്കണം. ജനങ്ങളാണ് പ്രസ്ഥാനത്തിന്റെ യജമാനന്മാർ എന്ന് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞതും പോസ്റ്റിലുണ്ട്. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, പിണറായി കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒളിയമ്പാണോ അരുൺകുമാറിന്റെ പോസ്റ്റ്? ഗൗതം, അങ്ങനെ ഒരു പശ്ചാത്തലം വി അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ഉണ്ട്. അത് തുടങ്ങുന്നത് സമകാലിക രാഷ്ട്രീയ വിവാദങ്ങളും പ്രചാരണങ്ങളും സ്വാഭാവികമായും താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകരിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ CPM-നെതിരായിട്ടുള്ള അല്ലെങ്കിൽ വീണയ്ക്കെതിരായിട്ടുള്ള കേസും അതുമായി ബന്ധപ്പെട്ടുള്ള CPM-ന്റെ പ്രതിരോധവും ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പോസ്റ്റ് എന്നുള്ളത് പ്രധാനമാണ്. ഈ സന്ദർഭങ്ങളിലൊക്കെ ജനങ്ങളോട് രാഷ്ട്രീയമായി കാര്യങ്ങൾ വിശദീകരിക്കാനും പ്രതിരോധിക്കാനും ഒക്കെ നേതൃത്വം മുന്നിട്ടിറങ്ങുന്നത് സ്വാഭാവിക നടപടിയാണ് എന്ന് അരുൺകുമാർ പറയുന്നുണ്ട്. അതേസമയത്ത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രസ്ഥാനം പടുത്തുയർത്തപ്പെട്ടത് ഏതെങ്കിലും വ്യക്തികളുടെ താല്പര്യങ്ങളിലല്ല, മറിച്ച് തലമുറകളായി ചോരയും വിയർപ്പും നൽകിയ പാവപ്പെട്ട മനുഷ്യരുടെ വിശ്വാസത്തിലാണ് എന്ന് അരുൺകുമാർ എഴുതുന്നുണ്ട്. കുപ്രചരണങ്ങൾ രാഷ്ട്രീയമായി ചെറുക്കുമ്പോൾ തന്നെ സാധാരണക്കാരുടെ കണ്ണിൽ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാനുള്ള ജാഗ്രത നേതൃത്വം കാണിക്കണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഒരു വിശ്വാസ്യത കുറവ് നിലവിൽ ഉണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടികൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. പ്രതിരോധം തീർക്കുമ്പോൾ കൂടിയും ആളുകൾക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള വിശ്വാസ്യത ഉറപ്പാക്കണം എന്നുള്ളതാണ് വി.എസിന്റെ മകൻ എഴുതുന്നത്. അതിനോടൊപ്പം തന്നെ വി.എസ്. പറയാറുള്ള ജനങ്ങളാണ് പ്രസ്ഥാനത്തിന്റെ യജമാനന്മാർ, അവരുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ മൂലധനം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു വി.എസിന്റെ മകൻ. ഗൗതം.